അപ്പോൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇസ്രയേലും ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തിയും ഒക്കെ തമ്മിലുള്ള വിഷയമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് അടുത്ത ദിവസങ്ങളിൽ വരും, അപ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാമെന്ന്. ആ പുതിയ അപ്ഡേഷൻസാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ വിശദമായ വിവരണത്തിന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇസ്രയേൽ ഗസ യുദ്ധത്തിന് താൽക്കാലിക വിരാമം. ഞാൻ ഏതാണ്ട് എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഒരു വാചകമുണ്ട്. ഇസ്രയേലെ നിങ്ങൾക്ക് ഗസക്കാരെ, ഫലസ്തീനികളെ തോൽപ്പിക്കാൻ ആകില്ല, പക്ഷെ കൊല്ലാം, എത്ര വേണമെങ്കിലും കൊല്ലാം, പക്ഷേ അവരെ തോൽപ്പിക്കാനാകില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. കുറെ പേരെ കൊന്നു കഴിയുമ്പോൾ ഇവർ കീഴടങ്ങും എന്നൊരു ധാരണ ഇസ്രയേലിനുണ്ടായിരുന്നു. പക്ഷേ എത്ര കൊന്നാലും എത്ര മരിച്ചാലും മുസ്ലിങ്ങൾ കീഴടങ്ങുകയില്ല എന്നുള്ളത് ഇസ്രയേലിന് ഏതാണ്ട് ബോധ്യം വന്നിരിക്കുന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് ലോട്ടറി അടിക്കുന്നത് പോലെയാണ്. സ്വന്തം രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ലോട്ടറിയാണ്. അവർക്ക് സ്വർഗത്തിന്റെ പരമോന്നത സ്ഥാനം കിട്ടുന്ന ഒരു പരിപാടിയാണ് സ്വന്തം രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ. ആ യുദ്ധത്തിൽ മരിച്ചു വീണാലോ സ്വർഗത്തിന്റെ പരമോന്നത സ്ഥാനം അവരെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിക വിശ്വാസം. അപ്പോൾ ജീവിതം എന്നത് ഈ ഭൂമിയിൽ മാത്രമേയുള്ളൂ, ഈ ഒരു ജീവിതമേയുള്ളൂ, സ്വർഗവും നരകവും ഇവിടെ തന്നെ എന്ന് വിശ്വസിക്കുന്ന വിഭാഗത്തിന് മരണത്തിൽ പേടിയുണ്ടാകും. എന്നാൽ പരലോകത്ത് മറ്റൊരു ജീവിതമുണ്ടെന്നും സ്വന്തം മണ്ണിന് വേണ്ടി, സ്വന്തം രാജ്യത്തിനു വേണ്ടി പോരാടുന്നവർക്ക് അള്ളാഹു സ്വർഗം കൊണ്ട് കാവൽ നിൽക്കുമെന്നും വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് ഈ ഭൂമിയിലെ ജീവിതം പുല്ലുപോലെ വലിച്ചെറിയാൻ തയ്യാറാകും. അതും സ്വന്തം രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, എറിയുക തന്നെ ചെയ്യും. മുസ്ലിങ്ങളെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കില്ല. കാരണം സ്വന്തം രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അല്ലാതെ അമേരിക്കക്കാരെ പോലെയും ബ്രിട്ടീഷുകാരെ പോലെയും ഒരു താൽക്കാലിക നേട്ടമല്ല ഇത്, ഒരു ഭൗതിക നേട്ടത്തിന് വേണ്ടിയല്ല ഇത്. അതുകൊണ്ട് രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ മുസ്ലിങ്ങളെ കീഴ്പ്പെടുത്തുക ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് കൊല്ലാം, അടിയറവ് പറയില്ല. ഏതാണ്ട് ഇസ്രയേലിനും അവരുടെ സഖ്യകക്ഷികളായ യൂറോപ്യൻ യൂണിയൻ, നാറ്റോ വിഭാഗത്തിനും സ്വന്തം സമുദായത്തെ ഒറ്റുകൊടുക്കുന്ന തുർക്കിയെ പോലുള്ള എർദോഗാനും ഒക്കെ ഇപ്പോൾ ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞു. അതിന്റെ ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ എന്താണ് പറയുന്നത്? കോംപ്രമൈസ് ആകാം, സെറ്റിൽമെന്റ് ആകാം. എങ്ങനെയാണ് സെറ്റിൽമെന്റ്? ഈ ഹമാസുകാർ എന്തൊക്കെ ഡിമാൻഡാണ് മുന്നോട്ട് വെച്ചത്, ഈ ഡിമാൻഡ് എല്ലാം ഇസ്രയേൽ അംഗീകരിച്ചുകൊണ്ട്, ഈ ഡിമാൻഡ് എല്ലാം ഒന്നുപോലും തട്ടിക്കളയാതെ അവർ പറയുന്ന ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഏകപക്ഷീയമായി ഇസ്രയേൽ ഇതാ അടിയറവ് പറഞ്ഞിരിക്കുന്നു. ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ടിന് മാത്രം വലിപ്പമുള്ള 40 കിലോമീറ്റർ നീളവും 20 കിലോമീറ്റർ മാത്രം വീതിയുമുള്ള ഒരു ഗസ എന്ന ഒരു ചെറിയ ഭൂമിയിലെ ഒരു വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന് പറയാം. ആ പ്രദേശത്തെ ജനങ്ങളോട് നാറ്റോ സൈനിക സഖ്യടക്കം അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എല്ലാവരും പിന്തുണയ്ക്കുന്ന ഇസ്രയേൽ സൈന്യം പരാജയം സമ്മതിച്ചിരിക്കുന്നു, അടിയറവ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻസ്. യുദ്ധം ചെയ്ത് മുസ്ലിങ്ങളെ തോൽപ്പിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അസാധ്യമായത് ഒന്നുമില്ല എന്ന് പണ്ടൊരു മഹാൻ പറഞ്ഞിരുന്നു. ആ മഹാൻ അവിടെയും മാറ്റിയിട്ട ഒരു വിഷയമാണ്. ഒന്നുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളാണ്. സ്വന്തം രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിന്നും അവർ പിന്മാറില്ല. അവരെ കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് ആ മഹാനും പറഞ്ഞ ഒരു ചരിത്ര സത്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. മദ്യവും മദിരാക്ഷിയുമായി യുദ്ധത്തിനിറങ്ങുന്ന ഒരു വിഭാഗമുണ്ടല്ലോ,
മദ്യവും മദിരാക്ഷിയും, തോൾ ബാഗിൽ മദ്യവും പന്നിയിറച്ചിയും മദിരാക്ഷിയും ഒക്കെയായിട്ട് യുദ്ധത്തിനിറങ്ങുന്ന ഒരു വിഭാഗമുണ്ട്. അതിനെയാണ് പറയുന്നത് യഹൂദി വൻ നസാറായ. യഹൂദികളും നസാറാക്കളും അവരെ പോലെയല്ല മുസ്ലിങ്ങൾ സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടുന്നത് എന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായി, അല്പം വൈകിട്ടാണെങ്കിലും. എന്തെല്ലാം പുകിലായിരുന്നു യുദ്ധത്തിന്റെ തുടക്കകാലത്ത്. ഏതോ ഒരു സിനിമയിൽ ക്യാപ്റ്റൻ രാജു പറയുന്നത് പോലെ മലപ്പുറം കത്തി അമ്പും ബില്ലും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? അമ്പും ബില്ലുംകാരിപ്പോ ഇപ്പോൾ എവിടെ പോയി? ഗസക്കാർ മുന്നോട്ട് വെച്ച എല്ലാ ഡിമാൻഡും ഒന്നുപോലും വിടാതെ അനുസരിക്കേണ്ടി വന്നു, സമ്മതിക്കേണ്ടി വന്നു. ഇസ്രയേലിലും അവരുടെ സഖ്യകക്ഷികൾക്കും മനസ്സിലായി. എന്താണ് മനസ്സിലായത്? കൊച്ചുകുട്ടികളുടെ ടെന്റുകളിലേക്ക് അവരുടെ വീട് തകർത്തു, അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർത്തു, കുടിവെള്ളം തകർത്തു, ഭക്ഷണ ലഭ്യത തകർത്തു. എല്ലാം തകർത്തതിന് ശേഷം ടെന്റിൽ പോയി ഒരു തുണി കൊണ്ട് വലിച്ചു കെട്ടിയിരിക്കുന്ന ആ ടെന്റിൽ പോലും ബോംബിട്ട് തകർത്ത് ഓരോ ബോംബുകൾ വീഴുമ്പോഴും അവിടെ വലിയ ഒരു തീഗോളം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ആ ബോംബുകൾ വീണ്ടും ഒരു ഭീകരമായ തീഗോളമായി മാറുകയാണ് ചെയ്യുന്നത്. അവരെ ആ തീ കുണ്ടത്തിലിട്ട് ചുട്ടുകരിച്ചു കൊന്നു. ഒട്ടും വൈകിയില്ല, അള്ളാഹു അതിന് ശക്തമായി തിരിച്ചടി കൊടുത്തു. ഇതിന്റെ എല്ലാം തല തൊട്ടപ്പൻ അമേരിക്കയാണല്ലോ. അമേരിക്കയുടെ ലോസ് ഏഞ്ചലസ് തീ ഗോളമായി കഴിഞ്ഞു. ഗസ എന്ന് പറയുന്നത് വെറും 40 കിലോമീറ്റർ നീളവും 20 കിലോമീറ്റർ വീതിയും മാത്രമുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിന്റെ 3 ഇരട്ടി വലിപ്പമുള്ള വിസ്തൃതിയിൽ 120 കിലോമീറ്റർ സ്ക്വയർ ചുറ്റളവിൽ ഭീകരമായ തീയാണ്. ഭീകരമായ തീ സകല ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടും അണയ്ക്കാൻ സാധിക്കുന്നില്ല. ഗസ കുഞ്ഞുങ്ങളെ തീ ഗോളത്തിൽപ്പെടുത്തിയാണ് കൊന്നതെങ്കിൽ അമേരിക്ക ഇന്ന് അതിനേക്കാൾ ഭീകരമായ തീ ഗോളങ്ങളെ നേരിടുകയാണ്. എങ്ങനെയാണ് ഈ തീ അണയ്ക്കേണ്ടതെന്ന് പോലും അറിയാതെ. ഇപ്പോൾ അവിടെ നിന്നും വരുന്ന ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ അന്തരീക്ഷ മലിനീകരണമാണ്. ഈ തീയിൽ നിന്നും ഉയർന്നു വരുന്ന പുക, അതിന്റെ പേരിൽ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. ജനങ്ങൾക്ക് ശുദ്ധവായു ശ്വസിക്കാൻ കിട്ടുന്നില്ല. ശ്വാസ തടസ്സങ്ങൾ, ഓക്സിജൻ വഹിക്കാൻ പറ്റുന്നില്ല. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ ലഭ്യത കുറഞ്ഞു. ഒരുപാട് മരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ശ്വാസമുട്ടുമായി ബന്ധപ്പെട്ട അസുഖമായി ആശുപത്രികൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് അവസ്ഥ. ഇവിടെ ഒരു വിഭാഗമുണ്ടല്ലോ, സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരാ. എവിടെ പോയി? ഈ ഇത്തരം വിശ്വാസക്കാരൊക്കെ ഇപ്പോൾ എവിടെ പോയി? കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. തിരിഞ്ഞടിക്കാൻ ഒരു ഉണക്ക കമ്പ് പോലുമില്ലാത്ത ദാരിദ്ര്യത്തിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കുന്ന പട്ടിണി പാവങ്ങളെ കൊന്നതിന് അള്ളാഹുവിന്റെ ശിക്ഷ എവിടം വരെയാണെന്ന് നോക്കും. സ്വർഗവും നരകവും ഇവിടെ എന്നുള്ള ആ വിശ്വാസം തൽക്കാലം മാറ്റിവെക്കുക. സ്വർഗവും നരകവും രണ്ടും രണ്ടാണ്. സ്വർഗം ഭൂമിക്ക് മുകളിലാണെങ്കിൽ ഭൂമിക്ക് മധ്യഭാഗത്ത് നരകമുണ്ട്, തിളച്ചു മറിയുന്ന ലാവയുണ്ട്. ഈ സ്വർഗവും നരകവും ഒക്കെ ഭൂമിയിൽ തന്നെയാണ്. നിങ്ങൾ പറയുന്ന അത് ഞാൻ അംഗീകരിക്കുന്നു, ഭൂമിയിൽ തന്നെയാണെന്ന്. പക്ഷെ വശം വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് ഇന്ന് അമേരിക്കയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗസയിൽ ആ കുഞ്ഞു മക്കൾക്ക് നരകം തീർത്തപ്പോൾ അള്ളാഹു അമേരിക്കയിൽ അതേ നരകം സൃഷ്ടിച്ചു. ഇന്ന് അവിടെ കിടന്ന് പിടയുകയാണ്, അലറി വിളിക്കുകയാണ് ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി. ഇന്ന് നോക്കൂ, ആ നാടിന്റെ പേര് പോലെ തന്നെ, എങ്ങനെയാണ് ആ നാടിന്റെ പേര്? ആ പേര് പോലെ തന്നെ ആക്കി കളഞ്ഞു കൊടയതമ്പുരാൻ. ലോസ്റ്റ് ആഞ്ചലസ് ആയി മാറ്റിക്കഴിഞ്ഞു. ലോസ്റ്റ് ആഞ്ചലസ്, എല്ലാം നഷ്ടപ്പെട്ട ഒരു ആഞ്ചലസ്. അടുത്തത് കാലിഫോർണിയയാണ്. കാലിഫോർണിയ എല്ലാം കാലിയായ ഒരു ഫോർണിയ. അവിടെ ഒന്നുമില്ല, എല്ലാം കാലിയായി. ആ നാടിന്റെ പേരെങ്ങനെയാണോ അതുപോലെ തന്നെ പടച്ചതമ്പുരാനാക്കി. ഇതെല്ലാം ദൃഷ്ടാന്തമാണ്. പന്നിയിറച്ചിയും കള്ളും മാത്രമല്ല ആശ്രയം തേടിപ്പോകാനുള്ളത്.
സാക്ഷാൽ അള്ളാഹു തന്നെയാണ് ഏക ആശ്രയം. അത് പഠിക്കുക യഹൂദ പരിശകളെ. ഇപ്പോൾ അമേരിക്ക അടക്കം പറയുന്നത് ലോസ് ആഞ്ചലസിലും കാലിഫോർണിയയിലും രൂപപ്പെട്ട തീപിടുത്തം ഇറാന്റെ സൃഷ്ടിയാണ് എന്നാണ് അടക്കം പറയുന്നത്. ഇറാന്റെ സൃഷ്ടിയാണ് എന്ന് ഏതാണ്ട് അവർ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഇറാനാണെങ്കിൽ ഇതിന് മറുപടിയൊന്നും പറഞ്ഞിട്ടുമില്ല, അവർ മിണ്ടാതിരിക്കുക. ഏതായാലും അമേരിക്ക കാര്യമായി ഇറാനെ സംശയിക്കുന്നുണ്ട്. ഇറാന്റെ കൈകളാണ് അവിടെ ഉയർന്ന തീ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗസ വിഷയത്തിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇറാൻ ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയ തീ എറിയാൻ സാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ ഇടിപിടിന്ന് ചാടിപ്പിടിച്ച് എത്രയും പെട്ടെന്ന് ഇത്രയും ഇത്രയും നാൾ കാണിക്കാത്ത തിടുക്കം ഗസ യുദ്ധത്തിന് വിരാമമിടാൻ, അന്ത്യം കുറിക്കാൻ, താൽക്കാലികമായിട്ടാണെങ്കിലും അന്ത്യം കുറിക്കാൻ അമേരിക്കയും ഇസ്രയേലും അവരുടെ മറ്റ് സഖ്യകക്ഷികളായ തുർക്കിയും നാറ്റോയും ഒക്കെ തയ്യാറായതിന്റെ യഥാർത്ഥ കാരണം അവർ വിശ്വസിക്കുന്നു തീപിടുത്തത്തിന് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ഇറാന്റെയാണ്. പേജർ ആക്രമണത്തിന് മറുപടി കൊടുത്തതാണ് ഇറാൻ എന്ന് അമേരിക്കയും ഇസ്രയേലും ഒക്കെ വിശ്വസിക്കുന്നു. പക്ഷേ ഇറാൻ അത് അവകാശപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടും. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ ഈ കേരളത്തിലും ഇസ്രയേലി അമേരിക്കൻ ആരാധകരുടെ മുഖത്ത് നീര് വച്ചിരിക്കുകയാണ്. അവർക്ക് വല്ലാത്ത വിഷമമാണ്. അമേരിക്കയിൽ തീപിടുത്തമുണ്ടായതും ഗസയുടെ യുദ്ധത്തിൽ, ഗസയുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ ഹമാസ് പറയുന്നിടത്ത് ഇസ്രയേലിനെ കൊണ്ടുവന്ന് കെട്ടിയതിലും ഇസ്രയേൽ അമേരിക്ക ആരാധകർക്ക് അതിയായ സങ്കടമുണ്ട്, ഭയങ്കര വിഷമത്തിലാണ്. എന്താണ് പറഞ്ഞത്? ഇസ്രയേലും അമേരിക്കയും എന്താണ് പറഞ്ഞത്? ഇവിടെ ഹമാസുമില്ല, ഹിസ്ബുള്ളയുമില്ല, ഹൂത്തികളുമില്ല, ഒന്നുമില്ല. വിശാല ഇസ്രായേൽ സ്ഥാപിക്കാൻ കച്ചമുറുക്കിയവർ കയ്യിലിരുന്നതും പോയി, അലമാരിയിലിരുന്നതും പോയി, കയ്യിലിരുന്നതും പോയി, മടിയിലിരുന്നതും പോയി. ഒരുപാട് ജനങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഇരുപക്ഷത്തും ഇസ്രയേലിന്റെയാണെങ്കിൽ ഇരട്ട പൗരത്വമുള്ളവർ അവർ ഇസ്രയേൽ തന്നെ ഉപേക്ഷിച്ചു പോയി. ഇനി ഒരിക്കലും നെവർ കം ബാക്ക് ഇൻ ഇസ്രയേൽ എന്നും പറഞ്ഞുകൊണ്ടാണ് പോയത്. നെവർ കം ബാക്ക്, ഒരിക്കലും തിരിച്ചു വരില്ല ഇൻ ഇസ്രയേൽ എന്നും പറഞ്ഞുകൊണ്ടാണ് പലരും എയർപോർട്ടിൽ നിന്ന് കൈവീശി കാണിച്ചു പോയത്. ഇസ്രയേലിന്റെ ജനസംഖ്യയിൽ ഗണ്യമായ കുറവ് വന്നു. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പുതിയ പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. അതുവരേക്കും എന്നെ ശ്രമിച്ച എല്ലാവർക്കും വലിയൊരു സലാം.